സുഹൃത്തുക്കളെ, നമ്മുടെ പട്ടാമ്പി ഭാഗത്ത് തിരുമറ്റക്കോടൻ കാഴ്ചകൾ പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാറുള്ള ആ ഭാഗങ്ങളിലെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പട്ടാമ്പി പുഴ വെള്ളം നിറഞ്ഞ് പാലം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നൊരു കാഴ്ച, ഈ പാലത്തിൻ്റെ മുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഈ ഭാഗത്ത് വെള്ളം പൊന്തുന്നതാണ്. ഇവിടെ പതുക്കെ പതുക്കെ വെള്ളം പൊന്തൽ തുടങ്ങിയിട്ടുണ്ട്. മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടാ, ആ വണ്ടി നിർത്താൻ പറയേ, അവിടെ നിർത്താൻ പറയട്ടോ. ആ വണ്ടി അവിടെ നിൽക്കുക. ലൈവിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? നമ്മൾ തിരുമറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിൻ്റെ ഭാഗം വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുഴയിൽ വെള്ളം ഇപ്പോൾ കൂടിക്കൂടി വന്ന കാരണം നമ്മുടെ ഈ ഭാഗത്തെ തോട് ചെന്ന് ചേരണ ഭാഗത്തുനിന്ന് വെള്ളം പുഴയിലേക്ക് കയറണില്ല. വെള്ളം സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ പോലത്തെ വെള്ളം മുങ്ങൽ തുടങ്ങി. എൻ്റെ ശരീഫ് പറയണ വെള്ളം കൂടുന്നുണ്ട്, ഇറങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. ചില്ലറ വെള്ളമല്ല കൂടിക്കൊണ്ടിരിക്കുന്നത്, നല്ല വെള്ളം കൂടുന്നുണ്ട് കേട്ടോ. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ആ വണ്ടിക്കാരൻ അവിടെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നിൽ പോയ കാറുകാർക്ക് ചെറുതായിട്ടൊരു തപ്പലുണ്ടായിരുന്നു. വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എത്ര വലിയ മുട്ടിന്ന് തോന്നിയാൽ സെക്കൻഡ് ഗിയറിലേക്കോ അല്ലെങ്കിൽ വയറിലേക്കോ മാറരുത്. ആ പോണ ഗിയറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അത് ചെയ്യാതെ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കാൻ പാടുള്ളൂ. കാരണം വണ്ടി വെള്ളത്തിൽ കയറി കഴിഞ്ഞാൽ ടയറുകൾക്ക് ചിലപ്പോൾ അടി തട്ടിക്കൊള്ളണമെന്നില്ല. വണ്ടി എയറിൽ നിൽക്കണം വരെ തോന്നും. ആ നേരത്ത് നമ്മൾ വിചാരിച്ചിടത്തേക്ക് തിരിച്ചാൽ വണ്ടി കിട്ടില്ല. അപകടമാണത്. അങ്ങനെയൊക്കെയാണ് തോട്ടിലേക്കൊക്കെ വണ്ടികൾ തന്നെ ചെരിഞ്ഞ് വീഴുന്നത്. ഇതറിയാതെ ഒരാളുകൾ പോയിട്ടാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. ആ വണ്ടി ബ്ലോക്കായിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഈ കാണാൻ സ്പോട്ടിലാണ് ഒരു ലൈലൻഡ് നാഷണൽ പെർമിറ്റ് ലോറി കംപ്ലീറ്റ് മൂടിക്കിടന്ന ഭാഗം. കഴിഞ്ഞ പ്രളയത്തിൽ ഈ കാറ് നിൽക്കുന്നതിൻ്റെ കുറച്ച് മുൻവശത്ത് എത്തിയപ്പോൾ ആ ലോറി അവിടെ നിൽക്കുകയായിരുന്നു, പെട്ടുപോയി. പിന്നെ ആ വാഹനത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല. ആ വാഹനം കംപ്ലീറ്റ് 2 ദിവസം മൂടിക്കിടന്ന ഭാഗമാണിത്, കോഴിക്കാട്ടിരി പാലം. നിരനിരന്നര വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നു. നമ്മുടെ ചാനൽ അല്ല, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോട്ടോ. അങ്ങേർക്ക് പറ്റില്ല ചെങ്കിൽ പോരാൻ പറയടാ. ഈ സ്റ്റാർട്ട് ചെയ്ത് കിടക്കുന്ന വണ്ടിക്കാർക്ക്. ഏട്ടന് പേടിയാ തോന്നുന്നുണ്ട് പോകാൻ. രക്ഷാപ്രവർത്തനത്തിൻ്റെ ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലം അടച്ചു. ഇത് ക്രോസ് ചെയ്താലേ പിന്നെ ഒരു പുതുശ്ശേരി ഭാഗത്തുണ്ട്, അവിടെ തമ്മിൽ വെള്ളം കയറിയിട്ടുണ്ടോ കേൾക്കണേ. നിങ്ങൾ എവിടേക്കുള്ളവരാ? ഒറ്റപ്പാലോ? പട്ടാമ്പി പാലം അടച്ചു. ഇതൊന്നും നോക്കണ്ട. ഫസ്റ്റ് ഗിയറിലിട്ടിട്ടേ ഒരേ സ്പീഡ് നിർത്തരുത് കേട്ടോ. ആളുകൾ കടന്നു കഴിഞ്ഞാലേ ഫസ്റ്റ് ഗിയറിലിടുക, സെക്കൻഡ് ഗിയറിലേക്ക് പോകരുത്. പുഴയിലത്തെ വെള്ളം കോഴിക്കാട്ടിരി തിരുമറ്റക്കോട് ഭാഗങ്ങളിലേക്ക് കയറി തുടങ്ങി. വെള്ളം കയറി വരൽ തുടങ്ങി. 1/2 മണിക്കൂർ കൊണ്ടാണ് മുട്ടിൻ്റെ മേലെ വെള്ളം കയറിയത്. ബസ്സിനെ കടത്തിവിട്ടതിന് ശേഷം ഈ കാറുകളെ കടത്തിവിടാനാണ് പ്ലാനിങ്. ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ അത്ര ധൈര്യത്തിൽ പാലാണ്. അവിടുന്ന് ബസ് പുറപ്പെട്ടിട്ടുണ്ട്.
അവരിങ്ങോട്ട് കടന്നിട്ട് വേണം ഈ ബാക്കിയുള്ള വണ്ടിനെ അങ്ങനെ കടത്തി വിടാൻ. ഇതിന്റെ പുറകുവശത്ത് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഏറ്റവും വലിയ വെട്ടിത്തരം ഈ വൻസേര് നിർത്തും. ബസ് നിർത്തി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ വെള്ളം കയറും. ഓട്ടോറിക്ഷ നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു. വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറിയാൽ പിന്നെ ഉറപ്പായിട്ട് എഞ്ചിൻ പണിയാണ്. ഇനി ഈ നിരക്കി നിൽക്കണ വാഹനത്തിനെ കടത്തിവിടാനുള്ള ഉറപ്പാടില്ലാണ്. ഇന്ന് രാവിലെ ഒരു 8 മണിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലാണ്ട് ഗതാഗതം നടന്നുകൊണ്ടിരുന്ന സ്ഥലം. ആ ബസ് പോയിട്ട് മതിയായിരുന്നു ഇയാളെ കടത്തി വിടല് കേട്ടോ. ടാറ്റ ഇൻഡിക്ക. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും, മറ്റവര് കടന്നിട്ട് പോകാൻ പറയും. ആ ബസ് അവിടെ നിർത്തി. ഇതാണ് ഈ ബസ് ചെറുവണ്ടിക്കാർ ഇവിടെ നിർത്തി അതിൻ്റെ ഉള്ളിൽ എയർ. ദൈവം ഇൻഡിക്ക കടന്ന് കൂടുവോ? ടാറ്റ എയ്സ് മാസ് പരിപാടിയാണ് ടാറ്റ എയ്സ് ചെയ്യാൻ പോണത്. വെള്ളത്തിന്റെ ഒഴുക്കിനെ തള്ളിയിട്ട് വേണം ആ വണ്ടിക്ക് അങ്ങോട്ട് കയറി കൂടാൻ. പാമ്പൊക്കെ കയറൂത്രേ. അതന്നെ പാമ്പൊക്കെ വന്ന് കാലിന് മുകളിൽ കയറും. നേരത്തെ അവിടുന്ന് വലിയൊരു പാമ്പിനെ കണ്ടു. ആ നേരത്ത് ഊറാമ്പുലി പാമ്പ് പറഞ്ഞ മാതിരി ഇതൊക്കെ വരും. നേരത്തെ അവിടുന്ന് കണ്ടു നല്ല ഇറങ്ങുന്ന വലുതിനെ. ഇത് പട്ടാമ്പി തിരുമറ്റക്കോട് ഭാഗം, അതായത് നമ്മുടെ കൂട്ടുപാത ടു ചെറുതുരുത്തി റോഡിലുള്ള കോഴിക്കാട്ടിരി പാലം വരുന്ന ആ ഭാഗത്താണ് ചേട്ടാ ഈ സ്ഥലം ഉള്ളത്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇതിങ്ങനെ മൂടിയത് കേട്ടോ. ഇന്നലെ ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നിരുന്ന സ്ഥലമായിരുന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഈ ഭാഗങ്ങളിൽ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടായിരത്തി 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ ഒരു ലൈലൻഡ് ലോറിയാണ് കംപ്ലീറ്റ് മുങ്ങിക്കിടന്ന ഭാഗമാണിത് ഈ പ്രദേശം.
വണ്ടി ഓഫായി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വാഹനം അവിടെ നിർത്തി ഡ്രൈവർ നീന്തി കരക്ക് കയറി. വണ്ടി 2 ദിവസം ക്യാബിനടക്കം ഡ്രൈവർ ക്യാബിനടക്കം മൂടിക്കിടന്നു. കാലിൻ്റെ മുകളിൽ കൂടെ എന്തൊക്കെ അരിച്ചു കയറുന്നുണ്ട് കേട്ടോ. ദേഷ്യമല്ല, അരിച്ചു കയറാൻ. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഇതേപോലത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഒരൊറ്റ രാത്രി കൊണ്ട് ആയതാന്ന് പറയുമ്പോൾ വിശ്വസിക്കുമോ? വളരെ ഇതാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, പട്ടാമ്പി പുഴയിൽ വെള്ളം നിറഞ്ഞ് പാലം മൂടി കഴിഞ്ഞിരിക്കണം. അവിടെ ലോക്കാക്കി പാലടച്ചു. അപ്പോൾ പാലത്തിൻ്റെ അങ്ങോട്ട് പോണ നമ്മുടെ ആ ദൃശ്യത്തിൽ കാണുന്ന ആ ഏരിയയിൽ കൂടെ ഒരു വലിയൊരു തോട് ഒലിച്ച് പുഴയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ പുഴയിലേക്ക് ആ തോട്ടിലത്തെ വെള്ളം കയറുന്നില്ല. പുഴയിൽ വെള്ളം കൂടി തോട്ടിലെ വെള്ളം പുഴയിലേക്ക് ഇറങ്ങാത്തൊരവസ്ഥ വന്നതോട് കൂടിയിട്ട് ഈ ഏരിയയിൽ പെയ്യുന്ന വെള്ളം കംപ്ലീറ്റ് ഇവിടെ വന്നിട്ട് ലോഡാവണതാണ്. 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ദൃശ്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഈ വണ്ടി 2 കാറിൻ്റെ പുറകുവശത്ത് ആണ് ഈ ഓട്ടോ ഉണ്ടല്ലോ. ഇങ്ങേര് ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് കിടക്കുക തോന്നുന്നുണ്ട്. 1 കിലോമീറ്റർ ഓടിയ 30 രൂപ കിട്ടുന്ന ഓട്ടോറിക്ഷ ഈ വെള്ളത്തിലെങ്ങാനും വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻജിൻ പണി എടുത്തിട്ട് എത്ര പൈസ ചിലവാക്കണം കിട്ടുക? ഇതൊന്നും അറിയാണ്ടാണ് ഇവർ ഈ പണിക്ക് വെക്കണത്. വണ്ടി അങ്ങോട്ട് കടന്നു പോവില്ല എന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള കാറുകാർ വന്നിട്ട് പറയുമ്പോൾ പോലും ഈ ചെറിയ കാറുകാർ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകണം. കഴിഞ്ഞ തവണ എത്ര വണ്ടിക്കാർക്കാണ് എൻജിൻ പണിയുടെ കംപ്ലൈൻറ്റ് കിട്ടിയെന്ന് അറിയോ? നമ്മളറിവിൽ. ഇന്നത്തെ ദിവസം പരമാവധി വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാതെ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുക നല്ലത്. ഈ റിസ്ക് എടുത്തിട്ട് വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിക്കണതൊന്നും വലിയ സുഖമുള്ള കേസൊന്നല്ല. നമുക്ക് വണ്ടീനെ കുറിച്ചിട്ട് അറിയാം. നമ്മളൊരു ഡ്രൈവറാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ലൈവ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.